ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസും ബ്ലെസ്സിങ്സും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ആദ്യം വന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത്, വളരെ നല്ല എനർജിയാണല്ലോ. സൺ കാർഡ് ഇന്ന് ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, ദ വേൾഡ് അവസാനം. സൂപ്പറാണല്ലോ, സൂപ്പറാണല്ലോ ഇന്നത്തെ റീഡിങ്. 9 ഓഫ് കപ്പാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട ഒരു ദിവസമാണ് എന്നാണ്, നിങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു ദിവസമാണെന്നാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു കാര്യം തോന്നിയാൽ പോലും, നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ കാര്യം തോന്നിയാൽ പോലും നിങ്ങളത് വിലയില്ലാതെ കളയരുത്. നിങ്ങളതിന് നല്ല ഒരു അറ്റൻഷൻ കൊടുക്കണം കേട്ടോ ഇന്നത്തേത്. കാരണം ഇന്ന് എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട ഒരു അവസരം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ നിശബ്ദമായിട്ടിരുന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിച്ച് നിങ്ങൾ അതിനുള്ള ഉത്തരം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറേ ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, ഒരു 10 പേര് നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഉപദേശത്തെക്കാൾ ഏറ്റവും ബെസ്റ്റായിരിക്കും നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ആ ഒരു ആൻസർ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആൻസർ എന്നാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എല്ലാ കാര്യവും എല്ലാവരോടും പറയാതിരിക്കുക. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളും പദ്ധതികളും ഇതൊന്നും നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങൾ തന്നെ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറേ ആൾക്കാരോട് പറയുമ്പം ആ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ അതൊക്കെ നിങ്ങളിൽ തന്നെ വെച്ച് വളർത്തിക്കൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ പറയുന്ന നല്ലൊരു കാര്യം, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിങ്ങൾ ആരോടെങ്കിലും പറയുമ്പം അതിനൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ആൾ പറയുന്നതെങ്കിൽ നിങ്ങളെ അത് വളരെയധികം ബാധിക്കും. അതെപ്പോഴും ചിന്തിക്കണം. നമ്മൾ 100 പോസിറ്റീവിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് വന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ നെഗറ്റീവിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആരോടും തുറന്ന് പറയാതെ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ദിവസമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ശക്തി തരണം കേട്ടോ. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു എനർജി അതിന് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ഈ പുറത്ത് പറയുമ്പം അത് സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യണത്. കാരണം പലരും പല അഭിപ്രായം പറയും, അവരുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ നടക്കണമെന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചേക്കുക. ഇതിൽ എത്ര പ്രശ്നങ്ങളുടെ ഇടയിലും കുറേ പുറത്ത് തിരക്കുകളുണ്ടെങ്കിലും നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ചിന്തയാണ് വരണത്, നിങ്ങൾക്ക് എന്ത് ഇൻഡ്യൂഷനാണ് വരണത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. അടുത്ത് വരുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് അത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അത് ചിലപ്പോൾ അത് നല്ലൊരു വാക്കായിരിക്കാം, നിങ്ങളുടെ ഒരു പ്രവൃത്തിയായിരിക്കാം, ചിലപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുന്നതായിരിക്കാം. കുറച്ച് ആൾക്കാർക്ക് എങ്കിലും നിങ്ങളെ ജെനുവിനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് നിങ്ങളൊന്ന് സമയം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുത്തും. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നമുക്കുള്ള അനുഗ്രഹങ്ങളെ നമ്മളിങ്ങനെ അത് എപ്പോഴും മനസ്സിൽ വേണം. നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക.
നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെ ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറയുന്നതിനേക്കാളും നമുക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി സന്തോഷത്തോടു കൂടി എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുമെന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ സറൗണ്ടിങ്സിനും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് അപ്പം നിങ്ങൾ ഇപ്പം വീട്ടിനെ കൂടുതലൊന്ന് പരിപാലിക്കേണ്ട ഒരു ദിവസമാണെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ജയിക്കേണ്ടത് മറ്റൊരാളെ അല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ തന്നെയാണ് ജയിക്കേണ്ടത്. നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി നമ്മളുടെ ഉള്ളിലുള്ള മാറ്റേണ്ടുന്ന കുറേ വികാരങ്ങളുണ്ട്. അതൊക്കെ മാറ്റി നിങ്ങളെ ജയിക്കാനുള്ളൊരു സമയമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥന, പിന്നെ മെഡിറ്റേഷൻ, പിന്നെ ജേണലിങ്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഇന്ന് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞൊന്ന് ട്രിഗർ ചെയ്തേക്കാം. അപ്പോൾ അത് നിങ്ങളത് ഞാൻ തോക്കൂല എന്നുള്ള മനസ്സോടു കൂടിയാണ് നിങ്ങളിരിക്കാൻ. ഇതിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളൊന്ന് പ്രതികരിക്കുന്നതിന് പകരം ഒരു നിമിഷം നിങ്ങളൊന്ന് നിങ്ങളിലേക്ക് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ അങ്ങനെ ഒന്നും പ്രതികരിക്കാതെ ഇരുന്നാൽ ഇന്ന് നിങ്ങൾക്ക് വളരെ വലിയ വിജയം ഉണ്ടാക്കുന്നത് ഒരു കാര്യം ഉണ്ടാവും. വളരെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും. മറ്റുള്ളവർ ട്രിഗർ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ നമ്മളത് പ്രതികരിക്കാതെ, നമ്മൾക്കതിൽ ഇമോഷൻ വരരുത് കേട്ടോ, അതുകൂടെ പറയാം. നമ്മളിങ്ങനെ ഇമോഷനൊക്കെ കടിച്ച് പിടിച്ച് ഞാനൊന്നും മിണ്ടായിരിക്കുന്നു, അങ്ങനെയല്ല. ആരെങ്കിലും നമ്മളെ ട്രിഗർ ചെയ്യുമ്പോൾ നമ്മളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് നമ്മളെ ബാധിക്കാതെ ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അവർ പറയുന്നത് പറയട്ടെ, പക്ഷെ എത്ര മോശമായിട്ടുള്ള കാര്യം പറഞ്ഞാലും നമ്മളത് ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പഠിച്ചു, നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. ഇതിൽ അടുത്ത സണ്ണാണ് വന്നിട്ടുള്ളത്. വളരെയധികം സന്തോഷമുള്ള എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ്. അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ ഇതൊരു അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ, ഇത് കണ്ടില്ലേ. അപ്പോൾ അത് ഇന്ന് എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാം, നല്ല ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ കുറേ ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യത്തിന് ഒരു വ്യക്തത ലഭിച്ചേക്കാം. പിന്നെ ഒരു പുതിയ പ്രതീക്ഷ നമുക്ക് വരാമെന്നാണ് കാണുന്നത്. ഇന്ന് നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് ചിരിക്കാനുള്ള ഒരു ഇത് നമ്മളുണ്ടാക്കണം കേട്ടോ. നമുക്ക് ചിരിക്കാൻ പറ്റണം ഇന്നത്തെ ദിവസം. അത് ആത്മാർത്ഥമായിട്ട് നമ്മളെ മുഖത്ത് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ചിരിയാണ് ഇന്നത്തെ ദിവസം കാണേണ്ടത്. കാരണം നമ്മൾ മുഖത്ത് നല്ല ഉള്ളിൽ നിന്ന് ചിരിക്കണം നമ്മൾ. അപ്പം അത് പുറത്ത് അങ്ങനെ പൊട്ടിച്ചിരിച്ചില്ലെങ്കിൽ പോലും നമ്മളെ ഒരാളിനെ കാണുമ്പോൾ നല്ല അവർ വളരെ ചിരിച്ചൊരു മുഖമാണ് അല്ലെങ്കിൽ ഹാപ്പിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. മാക്സിമം ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ പോലും നമ്മളോട് തന്നെ ചിരിച്ചുകൊണ്ടിരിക്കണം. നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ചിരി എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ്സിൻ്റെ പ്രതീകമാണ്. നമ്മളെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൽ ഇന്ന് ജീവിതം നിങ്ങളെ ഒരു ബാലൻസിലെത്താൻ ഒരു പരീക്ഷണം നടത്തിയേക്കാം. ഇതിൽ നിങ്ങൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. നമുക്ക് എല്ലാം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ല, അത് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരുപാട് ബിസി ആയിരിക്കുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ബാലൻസ് ചെയ്യുന്ന ആൾക്കാർ അവർ
നമ്മൾ പ്രൊഡക്റ്റീവായിട്ടാണോ ഇരിക്കണമെന്ന് ചിന്തിക്കുക. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, പക്ഷെ അത് ഭംഗിയായിട്ടാണോ ചെയ്യുന്നത്, അല്ലാതെ എല്ലാം കുറേശ്ശെ എന്നാൽ എല്ലാ കാര്യവും ചെയ്തു തീർക്കണം, അങ്ങനെ ഹറി ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഇത് നമ്മൾ സ്വയം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിട്ടാണോ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ചില ആൾക്കാർ ഓവറായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടും. ചില ആൾക്കാർ ഈ ചെയ്യുന്ന കാര്യം മാത്രം ശരിക്കും ഫോക്കസ് ചെയ്ത് അതിനെ പെർഫെക്ഷൻ അയക്കാൻ നോക്കും. ഇത് രണ്ടും ശരിയല്ല എന്നുള്ളതാണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതും ഒരു കാര്യം അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് വീണ്ടും പെർഫെക്ഷൻ അങ്ങനെ ആ ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു കാര്യം തലയ്ക്ക് പിടിച്ച ആൾക്കാരുണ്ട്. അത് രണ്ടും വേണ്ട. നിങ്ങൾ ഇന്ന് നോർമലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ജീവിതം എന്നാണ് കാണുന്നത്. അപ്പം ഇതിൽ നിങ്ങളുടെ എനർജി എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിക്കുക. 7 ഓഫ് പെന്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്ന് ഒരു വിത്ത് വിതയ്ക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇന്ന് ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു നല്ല തീരുമാനം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം, ഇത് നിങ്ങൾക്ക് ഉടനെ തന്നെ അതിന് ഫലം കിട്ടണം എന്നില്ല. പക്ഷേ അതിന് വളരെ വലിയ ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ക്ഷമയോടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെറുതെ ആവില്ല, അത് മനസ്സിലാക്കാം. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് വേൾഡാണ്. ഒരു ചക്രം, ഒരു ലൈഫ് സൈക്കിൾ അവസാനിക്കുന്നു, പുതിയൊരു ചക്രം ആരംഭിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. കുറേ ആൾക്കാരും ഒരുപാട് മാറ്റം വന്ന ആൾക്കാരാണ്. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനൊരു ഞാൻ ഭാഗമാകാൻ എനിക്ക് പറ്റിയില്ല. എന്നെ ദൈവം അങ്ങനെ ഒരു ഇത് കൊണ്ടു തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മാഡത്തിൻ്റെ അല്ലെങ്കിൽ ചേച്ചിയുടെ ഈ ഒരു കാര്യം, ഒരു ഡിവൈൻ മെസ്സേജ് എല്ലാ ദിവസവും കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നു എങ്ങനെ ഇങ്ങനെ അത്രയും മെച്ചൂർഡായി എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇത്രയും കാമായിട്ടിരിക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നു. പിന്നെ എല്ലാ കാര്യവും അതിൻ്റെതായ സമയത്തിൽ നടന്നോളും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക്, ആ ഒരു കോൺഫിഡൻസ് വന്നു എന്ന് പറയാറുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, ഒത്തിരി ആൾക്കാർ എനിക്ക് വീഡിയോയിൽ കമൻ്റ് ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കും സന്തോഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം, ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റിയത്. അതായത് ഒരു ടൂളാകാൻ എൻ്റെ റീഡിങ്ങിലൂടെ, ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളിലൂടെയാണല്ലോ നിങ്ങൾക്ക് മാറ്റം വന്നെന്ന് പറയുന്നത്. അപ്പോൾ അത് ദൈവം എന്നെ അങ്ങനെ ഒരു കാര്യമാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ചിലപ്പം എൻ്റെ മുജ്ജന്മ പാപങ്ങളും ഈ ജന്മത്തിലെ പാപങ്ങളും കഴുകിക്കളയാൻ ദൈവം തന്ന ഒരു അവസരമായിരിക്കും അത്. നമ്മൾ പുണ്യം കൊണ്ട് നമ്മൾ പാപത്തെ കുറയ്ക്കാമെന്ന് പറയും, ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ചിലപ്പം നമ്മളുടെ അവസാനത്തെ ജന്മമൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ദൈവം തരും കേട്ടോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരോടും ഒരുപാട് സന്തോഷവും സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാരെ വിളിക്കാറുണ്ട്, കുറേ തവണ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ബിസി ആയിരിക്കും. ഞാൻ ഒന്നുകിൽ റീഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഈ സമയത്തൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. പിന്നെ കുറേ ഫോൺ കോൾ വരുമ്പം നമുക്കിപ്പോൾ ഒരു ഫോൺ എടുത്തിട്ട് ശരി ഞാൻ ബിസിയാണ്, പിന്നെ ഒരാൾ അത്രയും വേദനയോടെയുള്ള കാര്യങ്ങൾ പറയാനായിരിക്കും വിളിക്കുന്നത്. അപ്പം അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റെങ്കിലും അവരെ കേൾക്കണം. അതിനുള്ള സമയം സത്യം പറഞ്ഞാൽ എനിക്കില്ല. കാരണം ഞാനും ഒത്തിരി തിരക്കാണ്, ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്, പിന്നെ എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളുണ്ട്, പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്പിരിച്വൽ പ്രാക്ടീസസ് കുറേ ഉണ്ട് കേട്ടോ. എൻ്റെ ഹീലിങ്സ് അതിപ്പം ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റേക്കി ഗ്രാൻഡ് മാസ്റ്ററാണ്, പക്ഷേ കുറച്ച് കാലം കൊണ്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇത് എനിക്ക് തോന്നി, അതെനിക്ക് പ്രാക്ടീസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. എന്തോ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, എനിക്ക് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നു. ഇത് പുറത്ത് ഹീൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ചിലപ്പോൾ എനിക്കങ്ങനെ ഒരു കാര്യം വേണമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഹീലിംഗ് ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് ഒട്ടും സമയമില്ല കേട്ടോ. പക്ഷേ ആ ഒരു കാര്യം ദിവസവും ഇനി
ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടെന്ന് എവിടെയോ ഒരു ഉൾവിളി ഉണ്ട്. പിന്നെ ശരയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പിന്നെ എൻ്റെ നിത്യപ്രാർത്ഥനകൾ കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോൺ എടുക്കാത്തത്. അപ്പോൾ ആരും നിങ്ങൾ വിചാരിക്കും ഇവർ യൂട്യൂബിലിരുന്ന് ഇത്രയും വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ടാണിത് ഇത്രയും പറഞ്ഞത് കൂടിപ്പോയി, സമയം ഒരുപാടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും എല്ലാവരും പറയും ഇങ്ങനെ ഇത്രയും ഇതായിട്ടൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റാത്തത്. അതാണ് കേട്ടോ, അത് മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, നിങ്ങളെ ഫുൾഫിൽ ചെയ്യിക്കാൻ വരുന്നു. കാരണം നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ അവസാനിച്ച് പുതിയൊരു സൈക്കിളിൻ്റെ തുടക്കത്തിൽ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും കിടക്കുന്ന ഒരാളാണിത്. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അടുത്ത 9 of Cups ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഉള്ളിലൊരു പൂർണ്ണത അനുഭവിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നത്തെ എനർജി വളരെ ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും വളരെ നല്ല സന്തോഷമുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം. നമുക്ക് ഇനഫാണെന്നൊക്കെ ഒരു തോന്നൽ, ഞാൻ കൊള്ളാം, ഞാൻ തന്നെ മതി. നമ്മളെപ്പോഴും മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും സ്നേഹം അനുഭവിക്കുന്ന വ്യക്തി, ഞാൻ സ്നേഹം കൊടുക്കുന്ന വ്യക്തി, അവരിൽ നിന്നും തിരിച്ചെനിക്ക് കിട്ടിയാൽ മാത്രമേ എനിക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിലിപ്പോൾ 9 of Cups ആണ്. അതിൽ ഒരു കപ്പ് കുറവാണ്. ഈ ഒരു കപ്പ് കുറവാണെങ്കിലും അത് നമ്മൾ വിചാരിക്കുന്നതാണ് എന്തോ ഒരു മിസ്സിങ്. അങ്ങനെ മിസ്സിങ്ങേ ഇല്ല. നമുക്ക് പൂർണ്ണത അനുഭവിക്കാൻ പറ്റും ഈ ഒന്നില്ലെങ്കിൽ പോലും. അതാദ്യം മനസ്സിലാക്കാം. നമുക്ക് നമ്മളിൽ തന്നെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാക്കണം എന്നാണ് കാണുന്നത്. ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ ഏറ്റവും ശരിക്കും ഇന്ന് വന്നിട്ടുള്ള മെസ്സേജ്. ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ ബലമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടേക്കുക. ഇത് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നെ വരും. അത് വേറെ എങ്ങോട്ടും പോകില്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം, നമുക്കായിട്ടുള്ള ഒരു കാര്യം നമുക്ക് തന്നെ വരും. അഥവാ നിങ്ങൾ കുറേ പ്രാർത്ഥിക്കുന്ന കാര്യം അത് നടക്കുന്നില്ലെങ്കിൽ അത് വേണ്ടാത്തതാണ്. അത് ദൈവം വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടാന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. നിങ്ങൾ ചിലപ്പം ഈ കാണുന്ന ആഗ്രഹിച്ചത് കിട്ടുന്നതിനേക്കാളും വലിയ അപകടങ്ങളിലും ആപത്തിലേക്ക് നിങ്ങൾ പോകുമായിരിക്കും. അപ്പോൾ അത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളും ബ്ലോക്ക് ആക്കുന്നത്. അത് വേണ്ട, അത് ചെയ്യണ്ട എന്ന് ദൈവം പറയണത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാത്തത്. അപ്പോൾ നമ്മളെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കണം എന്നില്ല. വേണ്ടുന്ന പ്രാർത്ഥനകൾ ദൈവം അത് നിങ്ങൾക്ക് തരും. കാരണം അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല കാര്യമായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ലൊരു കാര്യമായിരിക്കും ദൈവം നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് ശിവ ഓറക്കിൽ നിന്നും ഭഗവാൻ എന്താണ് മെസ്സേജ് വരാനുള്ളതെന്ന് നോക്കാം. പിന്നെ ഇതിലൊരിക്കലും ഒരു ജാതി മത ഭേദമൊന്നുമില്ല കേട്ടോ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇപ്പം ശിവ ഓറക്കിൾ ഞാൻ എടുക്കുന്നു, ഇതിൽ ദൈവം എന്താണോ പറയുന്നത് മാത്രം നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഇതിൽ അത് എല്ലാവർക്കും ഉള്ള മെസ്സേജാണ് ഞാൻ തരുന്നത്. നോക്കാം. റിലീസ് ആൻസൈറ്റി, സ്റ്റേ കൂൾ. അപ്പോൾ നിങ്ങൾ ഉത്കണ്ഠ ഉപേക്ഷിക്കാനാണ് പറയണത്. നിങ്ങൾ ആദ്യപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അതെപ്പം നടക്കും, എങ്ങനെ നടക്കും. ചിലപ്പം ലോൺ അടയ്ക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇതെങ്ങനെയായിരിക്കും ഞാൻ ലോൺ അടയ്ക്കാൻ പറ്റണത്, എനിക്ക് മുന്നിലൊരു വഴിയും കാണാനില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളൊന്നും കാണണ്ട, അവിടെ ദൈവം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. കൂളായിട്ടിരിക്കാനാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ല എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? നിങ്ങളുടെ എല്ലാ ആകുലതകളും നിങ്ങൾ വിട്ടേക്കൂ എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്നിട്ട് കൂളായിട്ട് സമാധാനമായിട്ടിരിക്കാനാണ് ഭഗവാൻ പറയണത്. യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ അക്സെപ്റ്റഡ് ആണ്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോഴും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്താണ് കേൾക്കാത്തത്. ദൈവം അതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അതേ സമയം തന്നെ ആ ഒരു കാര്യത്തിന് ഉത്തരം കിട്ടിയാൽ, അതിനൊരു സൊല്യൂഷൻ ഉണ്ടായാൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിനൊരർത്ഥം? പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ അത് കിട്ടാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ദൈവം കുറച്ച് ഒന്ന് ലാഗാക്കും. എന്തിനാണ് അത് ഒരു ഡിവൈൻ ടൈമിങ്ങിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പം നമ്മൾ
ക്ഷമ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ആയുധം. അതൊരു അനുഗ്രഹമാണ് കേട്ടോ, ക്ഷമിക്കാൻ പഠിക്കുന്നതും ക്ഷമിക്കാൻ പറ്റുന്നതും. അപ്പോൾ ക്ഷമിച്ചിരിക്കാനാണ് പറയുന്നത്. ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.